കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിൽ കാലിക്കറ്റ് ട്രേഡ് സെന്റർ അടക്കം പല അനധികൃത കെട്ടിടങ്ങളുണ്ടായിട്ടും നടപടിയെടുക്കാതെ കോർപ്പറേഷൻ. തീപിടുത്തമുണ്ടായ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കോർപ്പറേഷന്റെ കെട്ടിടത്തിനോട് ചേർന്നുള്ള കെട്ടിടങ്ങളിലും അനധികൃത നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട്. കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥതയിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് BJP. കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പരിസരത്തെ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന്റെ പരിസരത്തുള്ള കെട്ടിടങ്ങളുടെ ദൃശ്യങ്ങളാണിത്. ഒറ്റനോട്ടത്തിൽ തന്നെ കെട്ടിടത്തിന് മുകളിലെ അനധികൃത നിർമ്മാണം വ്യക്തമായി കാണാം. ഷീറ്റ് തകര കൊണ്ട് മറച്ചും നടപ്പാത പോലും കൊട്ടിയടച്ചുമാണ് കെട്ടിടങ്ങൾ പലതുമുള്ളത്. ഇതെല്ലാം നഗരത്തിൽ നിന്ന് വ്യക്തമായി കാണാൻ കഴിയുന്ന കെട്ടിടങ്ങൾ കൂടിയാണ്. എന്നിട്ടും കോർപ്പറേഷൻ മാത്രം ഇതൊന്നും കാണുന്നില്ലെന്നതാണ് ഉയരുന്ന പരാതി. ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് പോലും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ ഇതെല്ലാം തന്നെ കോഴിക്കോട് നഗരത്തിൽ ഒരുപാടുണ്ട്. ഈ നഗരത്തിൽ ചട്ടങ്ങൾ, കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട്, നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നൂറുകണക്കിന് കെട്ടിടങ്ങൾ വരികയാണ്. ഇതിനെല്ലാം തന്നെ കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥന്മാർ, ഭരണസമിതി ഇവരെല്ലാം തന്നെ ഇതിന് പകൽ വെളിച്ചത്തിൽ പിന്തുണ കൊടുക്കുന്നൊരു സാഹചര്യമുണ്ട്. ഒറ്റൊരു ഉദാഹരണം, ഈ നഗരഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന തണ്ണീർത്തടം നികത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമുണ്ട്. 10,000ങ്ങളുടെ പരിപാടി അവിടെ സംഘടിപ്പിക്കുന്നത്. അതിന് ലൈസൻസ് ഇല്ല. 2014-ലും 2017-ലും 2023-ലും ഈ കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി അത് അടച്ചുപൂട്ടാൻ പറഞ്ഞു. എന്നിട്ട് പോലും അത് പ്രവർത്തിക്കുന്നു. ഇത് തന്നെയാണ് ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണം. മാത്രമല്ല, പല കെട്ടിടങ്ങളും പ്രവർത്തിക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ്. ഈ കെട്ടിടങ്ങളിൽ നിന്നെല്ലാം കോർപ്പറേഷൻ വാടക പിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ കണ്ണിന് മുന്നിൽ നടക്കുന്ന നിയമലംഘനം ഉദ്യോഗസ്ഥർ അറിയുന്നില്ലേ എന്നാണ് ഉയരുന്ന ചോദ്യം. ചതുപ്പ് നിലം നികത്തി അനധികൃതമായി നിർമ്മിച്ചതാണ് കാലിക്കറ്റ് ട്രേഡ് സെന്റർ അടക്കമുള്ള കെട്ടിടങ്ങളെന്ന് പുറത്തു വന്നിട്ടും അതിനെതിരെ നടപടിയെടുക്കാത്ത കോർപ്പറേഷന്റെ നിലപാടും വിമർശിക്കപ്പെടുകയാണ്. ജനം, കോഴിക്കോട്.